Hello dear students, welcome to another lecture of Environmental Impact Assessment. In this video, we are going to discuss about Module 5 from Environmental Impact Assessment. നമ്മളുടെ ഈ സബ്ജക്റ്റിലെ ആദ്യത്തെ 4 മൊഡ്യൂളും നമുക്ക് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക്സ് ആയിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ EIAൻ്റെ ബേസിക് കൺസെപ്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂഷൻസ് ആയിരുന്നു പഠിച്ചത്. ക്ലാസിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്ന പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് പൊല്യൂഷൻസും പൊല്യൂട്ടൻസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ മൊഡ്യൂൾ 1 നോക്കിയത്. മൊഡ്യൂൾ 2 എയർ പൊല്യൂഷനെ പറ്റിയും വാട്ടർ പൊല്യൂഷനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. തേർഡ് മൊഡ്യൂളിൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സോളിഡ് വേസ്റ്റുകൾ എന്തൊക്കെയാണ് ആൻഡ് ഓൾസോ നോയ്സ് പൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോയ്സ് പൊല്യൂഷൻ. മൊഡ്യൂൾ 4 ഇമ്പാക്റ്റ് ഓഫ് പൊല്യൂഷൻ അതായത് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഗ്ലോബൽ പൊല്യൂഷൻ, വെജിറ്റേഷനിലെ, വൈൽഡ് ലൈഫിലെ ആൻഡ് ഓൾസോ ക്ലൈമറ്റിക് ചേഞ്ചിലെ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്തത്. അതായത് മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4ഉം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറച്ച് തിയറി പോർഷൻസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. മൊഡ്യൂൾ 5ഉം മൊഡ്യൂൾ 6 എന്ന് പറയുന്നതും കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ 4 മൊഡ്യൂൾ പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മൊഡ്യൂൾ 5ന് ഇതുപോലെ നമ്മളൊരു വീഡിയോ പ്രസൻറ്റേഷനാണ് ഉണ്ടാക്കുന്നത്. നോട്ട്സിൻ്റെ PDF ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ, അതായത് ആ മൊഡ്യൂൾ 5ൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ PPT മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് പാസ്സാവാൻ പറ്റില്ല. ഈ PPTൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു PDF-ഉം കൂടി, ഞാൻ ഷെയർ ചെയ്യുന്ന മൊഡ്യൂൾ 5ൻ്റെ PDF-ഉം കൂടി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 5ൻ്റെ സിലബസ് എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്. മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു, എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് ആയിരുന്നു. അതായത് വൈൽഡ് ലൈഫിലെ, വെജിറ്റേഷനിലെ, ഗ്ലോബലായിട്ട് ക്ലൈമാറ്റിക് ചേഞ്ചിൽ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻ കാരണം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളായിരുന്നു മൊഡ്യൂൾ 4 പഠിച്ചത്. മൊഡ്യൂൾ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. എന്തായിരിക്കും ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഹ്യൂമൻ പൊല്യൂഷൻ കാരണം ഹ്യൂമൻ വാല്യൂസിൽ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ കൾച്ചറിൽ, ലിവിങ് സ്റ്റാൻഡേർഡ്സിൽ ഉണ്ടാകുന്ന ഡിഫറൻസിലാണ് നമ്മൾ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മെത്തഡോളജീസ് സച്ച് ആസ് ഓവർലേസ്, ചെക്ക് ലിസ്റ്റ്, മെട്രിസസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഫോൾട്ട് ട്രീ അനാലിസിസ് ആൻഡ് ഇവൻറ്റ് ട്രീ അനാലിസിസ്. Third topic, role of environmental engineer, and fifth topic is the public participation. അപ്പോൾ ഇത്രയും 5 ടോപ്പിക്സാണ് നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുള്ളത്. ഇതിനെ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കാണ് എന്ത്, സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു പുതിയ എന്തിൻ്റെങ്കിലും ഡിസൈൻ, സച്ചാസ് ഒരു ബ്രിഡ്ജ് വന്നാൽ, അല്ലെങ്കിൽ അവിടെ ഒരു കനാൽ വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു റെയിൽ പാളം വന്നാൽ, എയർപോർട്ട് വന്നാൽ, ഇങ്ങനെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് വന്നാൽ നമ്മളുടെ സോഷ്യോ എക്കണോമിക് ലൈഫിലുണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെ, ഹ്യൂമൻ വാല്യൂസ്, കൾച്ചർ, ലിവിങ് സ്റ്റാൻഡേർഡ്സ്, എക്കണോമിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിൽ പഠിക്കുന്നത്. ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിൻ്റെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അസസ്മെൻ്റ് ഉണ്ട്. അതായത് ഒരു പ്രൊജക്റ്റ് വന്നാൽ, ഇപ്പോൾ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പോലെ തന്നെയാണ് ഒരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊജക്റ്റ്, ഇപ്പം നമ്മളെ നാട്ടിലെ ഒരു പുതിയൊരു ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഡാം വന്നാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, നമ്മളെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, നമ്മളുടെ കൾച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, നമ്മൾക്കുള്ള എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഈ മൊഡ്യൂളിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ആണ്. സച്ച് ആസ് ഹ്യൂമൻ വാല്യൂസ്, കൾച്ചർ, ലിവിങ് സ്റ്റാൻഡേർഡ്സ് എക്സെട്ര. ഇങ്ങനെ സോഷ്യോ എക്കണോമിക് ആസ്പെക്ട്സിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസാണ് ഫസ്റ്റ്. അപ്പോൾ
ദ ഫോളോയിങ് ഷുഡ് ഓൾവേസ് ബി ടേക്കൺ കെയർ ഓഫ്. അതായത് താഴെ പറയുന്ന ഈ 5 കാര്യങ്ങൾ എപ്പോഴും സോഷ്യോ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, നമുക്ക് ഷോർട്ടായിട്ട് SIA എന്ന് വിളിക്കാം. ഈ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ നമ്മൾ ഈ താഴെ കാണുന്ന 5 പോയിൻറ്റ്സുകൾ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഉണ്ടാക്കാൻ. ഫസ്റ്റത്താണ് ഡെമോഗ്രഫിക് ഇമ്പാക്റ്റ്. ഡെമോഗ്രഫിക് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ ഫോഴ്സസ്, പോപ്പുലേഷൻ്റെ ഷിഫ്റ്റ്. അതായത് ഒരു സ്ഥലത്ത് ഡാം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പോപ്പുലേഷൻ, ആ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയും കൾച്ചറബിൾ ഏരിയ ഉണ്ടല്ലേ, അതൊന്നായിട്ട് വെള്ളം വരുന്ന സ്ഥലത്തു നിന്നുള്ള പോപ്പുലേഷൻസ് എല്ലാം കമാൻഡ് ഏരിയക്കോ കാച്ച്മെൻറ്റ് ഏരിയക്കോ അങ്ങനെ ഡിഫറെൻറ്റ് സ്ഥലത്തേക്ക് സ്ഥലം മാറിപ്പോവും. അതായത് പോപ്പുലേഷൻ ഷിഫ്റ്റ്. എംപ്ലോയ്മെൻറ്റ് ആൻഡ് മൾട്ടിപ്പിൾ ലെയർ എഫക്റ്റ്, എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇങ്ങനെ പല കാരണങ്ങൾ. ഇതിനെയാണ് നമ്മൾ ഡെമോഗ്രഫിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ലേബർ ഫോഴ്സ്, എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്, പോപ്പുലേഷൻ ഷിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ത് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോക്കുമ്പോൾ. രണ്ടാമത്തേത് എന്താ? സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റാണ് എക്കണോമിയിലുള്ള ചേഞ്ച്, അതായത് ഇൻകത്തിലുണ്ടാവുന്ന ചേഞ്ചസ്, എംപ്ലോയ്മെൻറ്റ് റേറ്റിലുണ്ടാവുന്ന ചേഞ്ചസ്, ആൻഡ് ലോക്കൽ ഗുഡ്സിൻ്റെ പ്രൈസിലുണ്ടാവുന്ന ചേഞ്ചസ്, ടാക്സസിലുണ്ടാവുന്ന ചേഞ്ച്. ഇങ്ങനെ എക്കണോമിയിലുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്, അതും നമ്മൾ കൺസിഡർ ചെയ്യണം. മൂന്നാമത്തേതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പാക്റ്റ്. അതായത് അവിടെ ഉണ്ടാവുന്ന ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, കോളേജസ് ആൻഡ് ഹൗസ്, ഇതിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ചസ് കൺസിഡർ ചെയ്യണം. ദെൻ കൾച്ചറബിൾ ഇമ്പാക്റ്റ്. കൾച്ചറൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രഡീഷണൽ പാറ്റേൺ ഓഫ് ലൈഫ് എങ്ങനെയായിരുന്നു, ഈ ഒരു പ്രൊജക്റ്റ് വന്നതിന് ശേഷം നമ്മളെ ലൈഫിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, വർക്കിലെ ചേഞ്ചസ്, ഫാമിലി സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, റിലീജിയസ് ചേഞ്ചസ്, ആർക്കിയോളജിക്കൽ ഫീച്ചേഴ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇതൊക്കെ കൺസിഡർ ചെയ്യണം. ദെൻ ജെൻഡർ ഇമ്പാക്റ്റ്. ജെൻഡർ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൊജക്റ്റ് ഓൺ വിമൻസ് റോൾ ഇൻ സൊസൈറ്റി. അതായത് ഈ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ വരുമ്പോൾ, എന്തെങ്കിലും ഒരു പുതിയ ചേഞ്ചസ് നമ്മളൊരു സിസ്റ്റത്തിൽ സൊസൈറ്റിയിൽ വരുമ്പോൾ അവിടെ വുമൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഓരോ ജെൻഡർ വൈസിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക്. ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്തുക. പല ടൈപ്പിലുള്ള ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ദെൻ സോഷ്യൽ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. എന്തായിരിക്കും ഈ ഫിസിക്കൽ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കലായിട്ട്, അതായത് ലാൻഡ് യൂസ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പിലുള്ള ഡെവലപ്മെൻ്റാണ് അവിടെ ഉണ്ടായത്, ഡെൻസിറ്റി, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്, ബിൽഡിംഗ് ഡിസൈന്, എത്രത്തോളം ബിൽഡിംഗ് ഉണ്ട്, അതായത് ബിൽഡിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പബ്ലിക് സർവീസസ് ലൈക്ക് വാട്ടർ സപ്ലൈ, വാട്ടർ ഡിസ്പോസൽ, വേസ്റ്റ് ഡിസ്പോസൽ, എനർജി റിസോഴ്സസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനാണ് നമ്മൾ ഫിസിക്കൽ എൻവയറമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സോഷ്യൽ എൻവയറമെൻറ്റ്. സോഷ്യൽ എൻവയറമെൻറ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ലൈക്ക് ലൊക്കേഷൻ ആൻഡ് കപ്പാസിറ്റി ഓഫ് സ്കൂൾ, നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റി, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോഷ്യൽ എൻവയറമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എസ്തെറ്റിക് എൻവയറമെൻറ്റ്. അതായത് സീനറി ഉള്ള ഏരിയാസ്, നാച്ചുറൽ ലാൻഡ്സ്കേപ്സ്, ആർക്കിടെക്ചറൽ ക്യാരക്ടർ ഓഫ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനാണ് നമ്മൾ എസ്തെറ്റിക് എൻവയറമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്കണോമിക് എൻവയറമെൻറ്റ്. എക്കണോമിക് എൻവയറമെൻറ്റ് സച്ച് ആസ് എംപ്ലോയ്മെൻറ്റ് ലെവലും അൺഎംപ്ലോയ്മെൻറ്റ് ലെവലുകളും എത്ര, സോഴ്സ് ഓഫ് ഇൻകം എന്തൊക്കെയാണ്, പിന്നെ ലാൻഡിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്, ലാൻഡ് ഓണർഷിപ്പ് ഇൻക്ലൂഡ് പ്രൈവറ്റ്, ലോക്കൽ ആൻഡ് സ്റ്റേറ്റ് എക്സെട്ര, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് ഇമ്പാക്റ്റുകൾ, സോഷ്യൽ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റുകൾ എന്ന് പറയുന്നത് 4 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫിസിക്കൽ എൻവയറമെൻറ്റ്, ദെൻ സോഷ്യൽ എൻവയറമെൻറ്റ്, ദെൻ എസ്തെറ്റിക് എൻവയറമെൻറ്റ്, ദെൻ എക്കണോമിക് എൻവയറമെൻറ്റ്. ഇങ്ങനത്തെ 4 കാറ്റഗറീസ്, ടൈപ്സാണ് ഇമ്പാക്റ്റുകളിൽ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ്, അതായത് നമ്മളെ സിലബസിലെ അടുത്ത ടോപ്പിക്കായിരുന്നു. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്ത സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട 5 കാര്യങ്ങൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് പറഞ്ഞു. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മെത്തഡോളജിയാണ്. അതായത് ഒരു പ്രൊജക്റ്റ് വന്നാൽ
അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അസസ് ചെയ്യാനുള്ള പല ടൈപ്പിലുള്ള മെത്തഡോളജി ഉണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആദ്യം പഠിക്കുന്ന പല ടൈപ്പ് മെത്തഡോളജി ഉണ്ട്, ഒരു 5-6 മെത്തഡോളജി ഉണ്ട് നമുക്ക് പഠിക്കാൻ. ബട്ട് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ജനറൽ മെത്തഡോളജീസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ജനറലായിട്ട് ഏത് ടൈപ്പ് മെത്തഡോളജി ആണെങ്കിലും ജനറലായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പൊട്ടൻഷ്യൽ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇതെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ ബേസിക് ഇൻഡിക്കേറ്റർ ടു അസസ് ദ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഓൾ കൈൻഡ് ലൈക്ക് air pollution, water pollution, noise pollution, which will affect the human quality of life. Other important factors will be demographic factors such as population density, literacy, land use patterns, then patterns of life, work, ethnic composition, project specific variable. ഇങ്ങനത്തെ പല സാധനങ്ങൾ, അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം. സെക്കൻഡ് സ്റ്റെപ്പാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സോഷ്യോ എക്കണോമിക് ഓർ ഹ്യൂമൻ എൻവയൺമെൻറ്റ്. തേർഡ് സ്റ്റെപ്പ് ഈസ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്രൈറ്റീരിയ ആൻഡ് ഗൈഡ് ലൈൻസ്. ദർ ആർ ഡയറക്റ്റ് ഇഫക്റ്റ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ദ പബ്ലിക് ആൻഡ് നമ്മളുടെ ലൈഫിൻ്റെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഐഡൻറ്റിഫൈ ദ ബേസിക് ഇൻഡിക്കേറ്റർ ടു അസസ് ദ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് സോഷ്യോ എക്കണോമിക് ഓർ ഹ്യൂമൻ എൻവയൺമെൻറ്റ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ലെവൽ ഓഫ് റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ്. ഫോർത്ത് സ്റ്റെപ്പാണ് പ്രഡിക്ഷൻ ഓഫ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്. നമ്മൾ ഒരു പ്രൊജക്റ്റ് വന്നാലും വന്നിട്ടില്ലെങ്കിലും അതിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം, അസ്യൂം ചെയ്യണം. ദാറ്റ് ഈസ് ദർ ഈസ് നോ യുണീക്ക് മെത്തേഡ് ഫോർ പ്രഡിക്റ്റിംഗ് ദ ഇമ്പാക്റ്റ്. ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേകിച്ചൊരു മെത്തേഡൊന്നുമില്ല. ബട്ട് 4 അപ്രോച്ചസ് സാധാരണ യൂസ് ചെയ്യലുണ്ട്. സച്ച് ആസ് ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. മൂന്നാമത്തേത് അപ്ലിക്കേഷൻ ഓഫ് സ്പെസിഫിക് പ്രഡിക്ഷൻ ടെക്നിക്സ്, ഡെൽഫി മെത്തേഡ്, ഹിസ്റ്റോറിക്കൽ അനലോജീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് പ്രഡിക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാം. നാലാമത്തേന്ന് പറഞ്ഞത് കമ്പാരിസൺ ഓഫ് ഇഫക്റ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, പലതരം മെത്തേഡിൻ്റെ കമ്പാരിസൺ. ഈ 4 മെത്തേഡുകൾ സാധാരണ യൂസ് ചെയ്തിട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തേതാണ് അസസ്മെൻറ്റ് ഓഫ് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ്. ഇങ്ങനെ കിട്ടുന്ന സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിനെ അസസ് ചെയ്യണം. അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം, അസസ്മെൻറ്റ് നടത്തണം. ലൈക്ക് ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ ലോക്കൽ പീപ്പിൾ, അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. ദെൻ ഇൻക്രീസ് ഇൻ ഏണിംഗ് ഓഫ് പീപ്പിൾ, പോസിറ്റീവ് ഇമ്പാക്റ്റ്. പ്രഷർ ഓൺ ലോക്കൽ സർവീസസ്, നെഗറ്റീവ് ആണ്. ഇൻക്രീസ് ഇൻ ബിസിനസ് ആൻഡ് ട്രേഡ്, പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഇൻക്രീസ് ഇൻ ദ ക്രൈം റേറ്റ് ഇൻ റിലീജിയൻ, നെഗറ്റീവ്. ഇൻട്രാക്ഷൻ വിത്ത് ഔട്ട്സൈഡ് പീപ്പിൾ, പോസിറ്റീവ്. ഓപ്പണിംഗ് ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, പോസിറ്റീവ് ഇമ്പാക്റ്റ്. ഇങ്ങനെ വന്നിരിക്കുന്ന സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിനെ അസസ്മെൻറ്റ് നടത്തലാണ് ഫിഫ്ത്ത്. സിക്സ്ത് സ്റ്റെപ്പ് മിറ്റിഗേഷൻ മെഷേഴ്സ്. മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണോ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണോ എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനാണ് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞത്. അതായത് സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മെത്തഡോളജിയിൽ 6 സ്റ്റെപ്പാണ് നമുക്ക് സാധാരണ പഠിക്കാനുള്ളത്. 6 സ്റ്റെപ്പിലെ ഫസ്റ്റ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ബേസിക് ഇൻഡിക്കേറ്റർ, അതായത് എന്താണ് നമ്മളുടെ ഇൻഡിക്കേറ്റർ ടു അസസ് ദ എൻവയറമെൻറ്റൽ ഇമ്പാക്റ്റ്. Then second step is the description of existing socio-economic impact. Third step is the procurement of relevant standards. Fourth, prediction. Then fifth, assessment. And sixth, assessment ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റിനെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് സിക്സ്ത് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് സിലബസിലെ ഈ സെക്കൻഡ് ടോപ്പിക്കാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് മെത്തഡോളജിൻ്റെ ജനറൽ
സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി പല ടൈപ്പ് മെത്തഡോളജീസ് ഉണ്ട്. സാധാരണ ഈ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു 5 മെത്തഡോളജീസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ അഡ്ഹോക്ക് മെത്തേഡ്, സെക്കൻഡ് വൺ ചെക്ക് ലിസ്റ്റ് മെത്തേഡ്, തേർഡ് വൺ മെട്രിക്സ് മെത്തേഡ്, ഫോർത്ത് വൺ നെറ്റ്വർക്ക് മെത്തേഡ് ആൻഡ് ഫിഫ്ത്ത് വൺ ഓവർലേസ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 5 മെത്തേഡാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ബേസ്ഡ് ഓൺ ദ ഐഡൻറ്റിഫൈഡ് ഇമ്പാക്റ്റ് അനുസരിച്ച്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് അഡ്ഹോക്ക് മെത്തേഡ്. അഡ്ഹോക്ക് മെത്തേഡ് ഈസ് ദ സിമ്പിൾ മെത്തേഡാണ്. ഈ സിമ്പിൾ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ളൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡ്ഹോക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അഡ്ഹോക്ക് മെത്തേഡിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഇത് പെട്ടെന്നുള്ള മെത്തേഡാണ്, പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ലാർജർ ഇഷ്യൂസിന് മാത്രമേ, അതായത് ഇറ്റ് പ്രൊവൈഡ് ഇമ്പാക്റ്റ് ഓഫ് പ്രൊജക്റ്റ് ഓൺ ലാർജർ ഇഷ്യൂസ് ഓൺലി. വലിയ വലിയ കാര്യങ്ങൾക്കുള്ള ഇമ്പാക്റ്റുകൾ മാത്രമേ ഈ അഡ്ഹോക്ക് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് ഫ്ലോറയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഫോണയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഒരു ഫോറസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ലൈക്കിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു അവയർനെസ് മാത്രമേ അഡ്ഹോക്ക് മെത്തഡോളജി യൂസ് ചെയ്തിട്ട് കിട്ടുള്ളൂ. സ്പെസിഫിക് പാരാമീറ്റേഴ്സ് ആർ നോട്ട് ഡിസ്കസ്ഡ്. ഓക്കെ, ദാറ്റ് ഈസ് യൂസ്ഫുൾ വെൻ ദ ടൈം കൺസ്ട്രെയിൻറ്റ്, അതായത് കുറച്ച് സമയവും ഇൻഫർമേഷനൊക്കെ കുറവുള്ള സമയത്താണ് നമ്മൾ അഡ്ഹോക്ക് മെത്തേഡ് യൂസ് ചെയ്യുക. മിനിമൽ ഗൈഡൻസ് ഫോർ ടോട്ടൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. സിഗ്നിഫിക്കൻ്റ് മെത്തേഡൊക്കെ ഉള്ള സ്ഥിതിക്ക് ദിസ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ആണ്. ഓക്കെ, ഒരു ഓവറോൾ വാല്യൂ ഡീറ്റെയിൽസ് കിട്ടാനാണ് നമ്മൾ അഡ്ഹോക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സാധാരണ 2 ടൈപ്പ് അഡ്ഹോക്ക് മെത്തേഡാണുള്ളത്. ഒന്ന് ഒപ്പീനിയൻ പോൾസ്, അതായത് എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ നോക്കിയിട്ട്. രണ്ടാമത്തേത് ഡെൽഫി മെത്തേഡാണ്. ഡെൽഫി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒപ്പീനിയൻ തന്നെയാണ്. ഒരു സെവറൽ റൗണ്ട് ഓഫ് ക്വസ്റ്റിനെയേഴ്സ്, ഒരു വലിയൊരു ക്വസ്റ്റിനെയർ നമ്മൾ ഒരു പാനൽ ഓഫ് എക്സ്പേർട്ടിന് കൊടുക്കും. ഈ പാനൽ ഓഫ് എക്സ്പേർട്ടിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഈ പാനൽ ഓഫ് എക്സ്പേർട്ട് കുറേ തവണ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യും. സെവറൽ റൗണ്ട് ഓഫ് ക്വസ്റ്റിനെയേഴ്സ് ആർ ഈ വലിയ വലിയ എക്സ്പേർട്സിന് കൊടുക്കും. ആൻഡ് ദെൻ റിപ്പീറ്റ്, ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തിട്ട് ഫൈനൽ കിട്ടുന്നൊരു ആൻസർ ഉണ്ടാവും. ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ റൗണ്ട് ഓഫ് ക്വസ്റ്റിനെയേഴ്സ് ആർ ആസ്ക്ഡ് ആൻഡ് ദ പാനൽ ഈസ് ടോൾഡ് വാട്ട് ദ ഗ്രൂപ്പ് തിങ്സ് ആസ് എ ഹോൾ. ദ ഡെൽഫി മെത്തേഡ് സീക്സ് ടു റീച്ച് ദ കറക്റ്റ് റെസ്പോൺസ് ത്രൂ ദ പ്രോസസ്സ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ആ ഒരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസിൽ സ്പെഷ്യലിസ്റ്റ് ഓൺ ദ പർട്ടിക്കുലർ ഏരിയ വിൽ പ്രൊവൈഡ് ദ ഗൈഡൻസ്. അതായത് ഓരോ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള എക്സ്പേർട്ടാണ് ഇതിൻ്റെ വാല്യൂസ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത്. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് വെറുതെ എന്ന് പറയല്ല, സ്പെഷ്യലിസ്റ്റിന് മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാ ഈ 3 ഡിസഡ്വാൻറ്റേജ് എക്സ്പേർട്സിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്. ഷോർട്ട് ടേം, ലോങ് ടേം ഇമ്പാക്റ്റ് ആർ മിയർലി എക്സാമിൻഡ്. അങ്ങനെയൊന്നും ഇത് നോക്കില്ല. ഐഡൻറ്റിഫിക്കേഷൻ, പ്രഡിക്ഷൻ, ഇൻ്റർപ്രിട്ടേഷൻ, ഇതൊക്കെ എന്താ ഭയങ്കര പുവറാണ്. ഐഡൻറ്റിഫിക്കേഷനും പ്രഡിക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ പുവറായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെത്തഡോളജി അഡ്ഹോക്ക് മെത്തഡോളജി സിമ്പിളാണ്, പ്രൈമറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തഡോളജിയാണ്. ഒരു വൈഡായിട്ടുള്ള ഒരു റിസൾട്ട് മാത്രമേ ഇത് തരുള്ളൂ. ഇതാണ് അഡ്ഹോക്ക് മെത്തഡോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തഡോളജിയാണ് ചെക്ക് ലിസ്റ്റ് മെത്തഡോളജി. ഇറ്റ്സ് എ കോമൺ മെത്തേഡ്. ചെക്ക് ലിസ്റ്റ് മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു കോമൺ മെത്തേഡാണ്. ഇൻവോൾവ്സ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എൻവയറമെൻറ്റൽ പാരാമീറ്റേഴ്സ് ഫോർ പോസിബിൾ ഇമ്പാക്റ്റ്. ദിസ് മെത്തേഡ് ഈസ് ഡൺ ടു അസസ് ദ നേച്ചർ ഓഫ് ഇമ്പാക്റ്റ്. അതായത് ഈ മെത്തേഡിൽ നമുക്ക് ഇമ്പാക്റ്റിൻ്റെ നേച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. ഇമ്പാക്റ്റിൻ്റെ നേച്ചർ എന്ന് വെച്ചാൽ ഇത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണോ ബെനിഫിഷ്യൽ ആണോ ഉണ്ടാക്കുക, ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ, ഇഫക്റ്റ് ഓർ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ്, റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ, ഇങ്ങനെ നേച്ചർ ഇമ്പാക്റ്റിൻ്റെ നേച്ചർ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും ചെക്ക് ലിസ്റ്റ് മെത്തേഡിൽ. ചെക്ക് ലിസ്റ്റ് മെത്തേഡിൽ തന്നെ പല ടൈപ്പ് ലിസ്റ്റുകളുണ്ട്. പല ടൈപ്പ് ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് 4 ടൈപ്പ് ലിസ്റ്റുകളാണ് ഇത് സാധാരണ കൊടുക്കുന്നത്. ഒന്ന് സിമ്പിൾ ലിസ്റ്റ്, ദെൻ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ്, ദെൻ സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ്, ദെൻ സ്കെയിലിംഗ് ആൻഡ് വെയിങ് ചെക്ക് ലിസ്റ്റ്. ഇങ്ങനെ 4 ടൈപ്പ് ചെക്ക് ലിസ്റ്റുകളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ലിസ്റ്റ്. സിമ്പിൾ ലിസ്റ്റ് പ്രസൻറ്റ് ദ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു ദ പ്രൊജക്റ്റ്.
പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നോ ഗൈഡ് ലൈൻസ് ഓൺ ഹൗ ടു ഇൻ്റർപ്രറ്റ് ആൻഡ് മെഷർ ദ പാരാമീറ്റർ ഉണ്ടാവില്ല. ഡസ് നോട്ട് ഹെൽപ്പ് ഡിസിഷൻ മേക്കിംഗ്. നോ ഇൻഫർമേഷൻ ഓഫ് കോസ് ഓഫ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. സ്ട്രോങ് ഇമ്പാക്റ്റ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ. നോ ഇൻഫർമേഷൻ നീഡഡ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പാക്റ്റ്. ഇങ്ങനെ വെറുതെ ഒരു ലിസ്റ്റ് മാത്രമാണ് ഈ സിമ്പിൾ ലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് എ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ടു ദ പ്രൊജക്റ്റ്. അതിൽ ഗൈഡ് ലൈൻസോ ഡിസിഷൻ മേക്കിങ്ങിനോ അങ്ങനെ മാഗ്നിറ്റ്യൂഡ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പാക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. സിമ്പിൾ ലിസ്റ്റ് കഴിഞ്ഞാൽ അടുത്താണ് ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ്. ഡിസ്ക്രിപ്റ്റീവിൽ കുറച്ച് ഡിസ്ക്രിപ്ഷനും കൂടി കൊടുക്കും. ദാറ്റ് ഈസ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഓൺ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പാക്റ്റ് ആസ് വെൽ ആസ് ദ indication on prediction method and indicators. It includes the identification of environmental parameters and guidelines on how to measure the data on a particular parameters. സാധാരണ സിമ്പിൾ ലിസ്റ്റിനേക്കാളും ഒരു ഡിസ്ക്രിപ്ഷൻ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇമ്പാക്റ്റ് അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ്. ഇറ്റ് ഈസ് സിമിലർ ടു descriptive checklist but with an additional information on subjective scaling of the parameters. അതായത് മുന്നേ പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ് തന്നെയാണ്, ബട്ട് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടാവും എന്തിനെക്കുറിച്ച്? സബ്ജക്റ്റീവ് സ്കെയിലിംഗ് ഓഫ് ദ പാരാമീറ്റേഴ്സ്. ദാറ്റ് ഈസ് ഇറ്റ് ലിസ്റ്റ് ഔട്ട് ദ എൻവയറമെൻറ്റൽ പാരാമീറ്റേഴ്സ് പ്ലസ് നേച്ചർ ഓഫ് ഇമ്പാക്റ്റ്, ഗിവ്സ് ടെക്സ്ച്വൽ റേറ്റിംഗ് ഓഫ് ഇമ്പാക്റ്റ്, nature of impact, direct, indirect, cumulative, long term, short term, several, moderate, insignificant, reversible, irreversible, not suitable for measurements. Okay. അടുത്തതാണ് സ്കെയിലിംഗ് വെയിങ് ചെക്ക് ലിസ്റ്റ്. കേപ്പബിൾ ഓഫ് ക്വാണ്ടിഫൈയിങ് ദ ഇമ്പാക്റ്റ്. അതായത് അതിൻ്റെ വെയിറ്റും കൂടി ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. എത്രയാണ്, കൂടുതലാണോ കുറവാണോ, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഇങ്ങനെ 4 ടൈപ്പ് ചെക്ക് ലിസ്റ്റുകളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ ചെക്ക് ലിസ്റ്റ്, സിമ്പിൾ ലിസ്റ്റ്, ദെൻ ഡിസ്ക്രിപ്റ്റീവ് ചെക്ക് ലിസ്റ്റ്, ദെൻ സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റ്, ദെൻ സ്കെയിലിംഗ് വെയിങ് ചെക്ക് ലിസ്റ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി വെരി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ്. Checklist provide all possible relationship and impact out of which a set tailored for the specific assessment may be chosen. Checklists help people in responsible position to become more aware of what they should be looking for and when assessing a proposed project. Checklist may also help to produce a higher degree of awareness of the environmental aspect of project. Quantification of impacts is possible using the weighted scaled checklist. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പണ്ട് ഈ സേഫ്റ്റി മെഷേഴ്സിൻ്റെ ചെക്ക് ലിസ്റ്റ്, നമ്മൾ കുറേ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു സേഫ്റ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇത് ചെക്ക് ചെയ്തിട്ടുണ്ടോ? സാധാരണ നമ്മൾ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യില്ല, അതേ ചെക്ക് ലിസ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡു നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ്. Do not link the action and impact. They are too general or incomplete. They do not illustrate in the interaction between effects. The number of categories to be viewed can be immense, thus distracting from the most significant impact. The identification of effect is qualitative and subjective. Example, simple checklist. Third type ആണ് metrics method. Metrics method identifies the interaction between മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, മാത്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഓരോ മെട്രിക്സിൽ ഹൊറിസോണ്ടൽ റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും, റോസ് ഉണ്ടാവും, കോളംസ് ഉണ്ടാവും. അതേപോലെ ഇതിൽ ഈ മെട്രിക്സിലെ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പ്രൊജക്റ്റിൻ്റെ ആക്ഷൻസും എൻവയറമെൻ്റൽ പാരാമീറ്ററും കൂടി തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് മെട്രിക്സ് മെത്തേഡിൽ കിട്ടുക. എൻവയറമെൻ്റൽ ഐറ്റംസിനെ നമ്മൾ വൈ ആക്സിസിലും പ്രൊജക്റ്റിലെ ആക്ഷൻസിനെ നമ്മൾ എക്സ് ആക്സിസിലുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. എക്സ് ആക്സിസിൽ അതായത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ പ്രൊജക്റ്റിലെ ആക്ഷൻസ്, പല ടൈപ്പ് പ്രൊജക്റ്റ് ആക്ഷൻസ് ഉണ്ടാവും, അത് എക്സ് ആക്സിസിലും അതിൻ്റെയൊക്കെ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് വൈ ആക്സിസിലും എടുക്കും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് എൻവയറമെൻ്റൽ പാരാമീറ്റർ വിൽ ഗിവൺ അറ്റ് ദ ഇൻ്റർസെക്ഷൻസ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്
It presents an easily understood summary of large number of primary impact. It is generalized but well-defined approach. It is easily performed process which can specify the overall character of the project. Its extended form method can include information about many impact attributes and clarify the assumptions and supporting the assessment. Matrices have low requirement. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിങ്ക്വിഷ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, അതായത് നമ്മളുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാകുന്ന അതേ ഒരു ഡിസഡ്വാൻറ്റേജ് ഇതിനുണ്ട്. സിഗ്നിഫിക്കൻറ്റ് പൊട്ടൻഷ്യൽ ഫോർ ഡബിൾ കൗണ്ടിങ് ഓഫ് ഇമ്പാക്റ്റ്. ദെൻ ക്വാളിറ്റേറ്റീവ്. ഇങ്ങനത്തെ 3 ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്. ഇനി മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് ഐഡൻറ്റിഫൈ ദ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ പ്രൊജക്റ്റിലെ ആക്ഷൻസ് ആൻഡ് എൻവയോൺമെൻറ്റൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മളൊരു ഡാം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ്. ഈ ബ്രിഡ്ജ് ഉണ്ടാക്കുന്ന ഓരോ പ്രൊജക്റ്റിലെ ആക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഡാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡാം കെട്ടുമ്പോൾ ക്യാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടാവും, കമാൻഡ് ഏരിയ ഉണ്ടാവും. ഈ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ ഡാം കിട്ടുന്നതിനനുസരിച്ച് ഡാമിലെ ഓരോ സ്റ്റെപ്സുകൾ എന്താണെന്നും ഈ ഓരോ സ്റ്റെപ്സ് എടുക്കുമ്പോൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണെന്നുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ ഈ മെട്രിക്സ് മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത്. സാധാരണ മെട്രിക്സ് മെത്തേഡിൽ 2 ടൈപ്പ് മെട്രിക്സ് മെത്തേഡാണുള്ളത്. ഫസ്റ്റ് സിമ്പിൾ ഇൻട്രാക്ഷൻ മെട്രിക്സ് മെത്തേഡ് ഉണ്ട്. രണ്ടാമത്തത് സ്റ്റെപ്ഡ് മെട്രിക്സ് മെത്തേഡ് ഉണ്ട്. അതിൽ സിമ്പിൾ ഇൻട്രാക്ഷൻ മെത്തേഡാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്ഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ ഇൻട്രാക്ഷൻ മെട്രിക്സിൻ്റെ ഒരു ഹയർ വേർഷനാണ്. ഇത് പ്രൈമറി ഇമ്പാക്റ്റ് മാത്രമേ സിമ്പിൾ ഇൻട്രാക്ഷൻ മെത്തേഡിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളെങ്കിൽ സ്റ്റെപ്ഡ് മെട്രിക്സ് മെത്തേഡിൽ സെക്കൻഡറി ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, ടേർഷറി ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ക്രോസ് ഇമ്പാക്റ്റ് മെട്രിക്സിന് സ്റ്റെപ്ഡ് മെട്രിക്സിനെ പിന്നെയും പറയും. ഫസ്റ്റാണ് എന്ത്, സിമ്പിൾ ഇൻട്രാക്ഷൻ മെട്രിക്സ് മെത്തേഡ്. സിമ്പിൾ ഇൻട്രാക്ഷൻ മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് മെത്തേഡാണ് ലീപ്പോൾഡ് ഇൻട്രാക്ഷൻ മെത്തേഡ്. ഈ ലീപ്പോൾഡ് ഇൻട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് മെട്രിക്സ് മെത്തഡോളജിയാണ് അവൈലബിൾ ഫോർ പ്രഡിക്റ്റിംഗ് ദി ഇമ്പാക്റ്റ് ഓഫ് പ്രൊജക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. ഒരു പ്രൊജക്റ്റ് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ ഭൂമിയിലെത്തിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തഡോളജിയാണ് ലിയോപോൾഡ് ഇൻട്രാക്ഷൻ മെത്തേഡ്. ഇതൊരു സിമ്പിൾ ഇൻട്രാക്ഷൻ മെട്രിക്സ് മെത്തേഡാണ്. ഈ ലിയോപോൾഡ് ഇൻട്രാക്ഷൻ മെട്രിക്സിൽ നമുക്കറിയാം സാധാരണ ഈ മെട്രിക്സ് മെത്തേഡ് എൻവയോൺമെൻറ്റൽ ഐറ്റംസും പ്രൊജക്റ്റിലെ ആക്ഷൻസിനെയാണ് നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ് ആക്സിസിൽ നമ്മൾ പ്രൊജക്റ്റിലെ ആക്ഷനെയും വൈ ആക്സിസിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഗ്രാഫല്ല, ഒരു മെട്രിക്സ് ആണ് ഉണ്ടാവുക. മെട്രിക്സിൽ ഹൊറിസോണ്ടൽ ആക്സിസിലും വെർട്ടിക്കൽ ആക്സിസിലും നമ്മൾ കൊടുക്കുന്നത് ഈ 2 കാരണങ്ങളാണ്. ഇതിൽ 100 സ്പെസിഫൈഡ് ആക്ഷൻസ് ഉണ്ടാവും. അതായത് പ്രൊജക്റ്റിലെ ആക്ഷൻസ് 100ഉം 90 എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. അതായത് ലിയോപോൾഡ് ഇൻട്രാക്ഷൻ മെത്തഡോളജിയിൽ 100 പ്രൊജക്റ്റ് ആക്ഷനും 90 എൻവയോൺമെൻറ്റൽ ഐറ്റംസ് ഇമ്പാക്റ്റുകളുമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. When the action is expected to cause an impact, the interaction box is marked with a diagonal line. ഇപ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ്. ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ക്വാറിയിൽ നിന്ന് കുറച്ച് കല്ലുകൾ എടുക്കണം എന്ന്. അപ്പോൾ നമ്മളിവിടെ പ്രൊജക്റ്റിലെ ആക്ഷൻ എന്ന് പറയുന്നത് ക്വാറിയിങ് എന്ന് കൊടുത്തു. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റിൽ പല ടൈപ്പ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. സോഷ്യോ എക്കണോമിക് ഉണ്ടാവും, പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ക്വാറിയിങ്ങും പൊല്യൂഷനും തമ്മിൽ മാച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ കോളത്തിനെ നമ്മളൊന്ന് ക്രോസ് ചെയ്യും. അതായത് ഒരു ഡയഗണൽ ക്രോസിങ് നടത്തും. ഏതൊക്കെയാണ് മാച്ച് ആവുന്നത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡയഗണൽ ക്രോസിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, എത്രത്തോളം ആ ഒരു പ്രോസസ്സ് പ്രൊജക്റ്റിന് സിഗ്നിഫിക്കൻ്റ് ആണ്, ഈ 2 കാര്യങ്ങൾ ആ ഒരു കോളത്തിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ്. ഇപ്പം നമ്മൾ കുറേ മെട്രിക്സ് ഉണ്ട് അല്ലേ, ഒരു മെട്രിക്സിൽ കുറേ കോളംസ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഇതിൽ ഒരു കോളത്തിനെയാണ് ഇവിടെ ഞാൻ എൻലാർജ് ചെയ്ത് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ ഒരു കോളത്തിനെ നമുക്ക് ക്രോസ് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലെ ആക്ടിവിറ്റി സോഷ്യൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ക്രോസ് ഡയഗണൽ യൂസ് ചെയ്തിട്ട് ക്രോസ് ചെയ്യണം.
ഇതിൽ ലെഫ്റ്റിലെ ടോപ്പ് കോർണറിൽ നമ്മൾ എഴുതേണ്ടത് എത്ര മാഗ്നിറ്റ്യൂഡിലാണ് ആ ഒരു സോഷ്യോ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതെന്നാണ്. മാഗ്നിറ്റ്യൂഡ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 to 10 വരെയുള്ള നമ്പറിൻ്റെ ഇടയിലാണ്. 1 എന്ന് പറഞ്ഞാൽ മിനിമം, കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുള്ളൂ. 10 എന്ന് പറഞ്ഞാൽ മാക്സിമം. ഇതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പറും നമ്മളുടെ ഒരു എക്സ്പെർട്ടൈസ് അനുസരിച്ച് നമ്മൾക്ക് അതിന് മാർക്ക് ചെയ്യാം. അപ്പോൾ ക്വാറിയിങ്, നമ്മളൊരു ബിൽഡിംഗ്, ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഡാം ഉണ്ടാക്കുകയാണ്. ഡാമിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, അതിൻ്റെ മെറ്റീരിയൽ കളക്ട് ചെയ്യണം. അപ്പോൾ വലിയൊരു ക്വാറിയിൽ നിന്നാണ് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലെ പ്രൊജക്റ്റിലൊരു ആക്ഷനാണ് മെറ്റീരിയൽ കളക്ഷൻ ഫ്രം ക്വാറി. ഈ മെറ്റീരിയൽ കളക്ഷൻ ഫ്രം ക്വാറിയിൽ ഡസ്റ്റ് പൊല്യൂഷൻ ഉണ്ടാവും അല്ലേ, എയർ പൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു എയർ പൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. എയർ പൊല്യൂഷൻ, ഇത് ക്വാറിയിങ്. അപ്പോൾ നമ്മളവിടെ ഒരു ക്രോസ് ലൈൻ വരച്ചു. ഈ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരു 5 ആണ്. 5%, 5 പോയിൻറ്റിൽ ഇത് എയർ പൊല്യൂഷൻ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ ആ പോയിൻറ്റ് 1 to 10 ഇടയിലുള്ളൊരു പോയിൻ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ താഴെയുള്ള ട്രയാങ്കിളിൽ നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്. ഈ മെറ്റീരിയൽ കളക്ഷൻ എന്ന് പറയുന്നത് ഡാമിൻ്റെ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമുക്ക് ഡാം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 9 ആണ്, അല്ലെങ്കിൽ 10 തന്നെ ആയിരിക്കും. അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ് ആ ഒരു പ്രോസസ്സ് ഇൻ ദിസ് പ്രൊജക്റ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോ മെട്രിക്സിലും നമ്മൾ ക്രോസ് ഇട്ടിട്ട് ഒരു മെട്രിക്സ് വരയ്ക്കുന്നതിനാണ് നമ്മൾ ലിയോപാർഡ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സാധാരണ ഈ മെട്രിക്സിൽ 3 സ്റ്റെപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്, ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോർ ഓൾ ദ ഇൻട്രാക്ഷൻസ് കൺസിഡർ സിഗ്നിഫിക്കൻറ്റ് ബൈ ദ ഓതേഴ്സ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു മാർക്ക് ദ കറസ്പോണ്ടിങ് ബോക്സസ് ഇൻ ദ മെട്രിക്സ് വിത്ത് എ ഡയഗണൽ ലൈൻ. എവിടെയൊക്കെയാണോ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത്, അതായത് കറസ്പോണ്ടിങ് ബോക്സസ് ഇൻ ദ മെട്രിക്സ് വിത്ത് എ ഡയഗണൽ ലൈൻ, അതായത് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്ന എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റും പ്രൊജക്റ്റിലെ പ്രോസസ്സുകളും തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്ന കോളംസ് എല്ലാം നമ്മളൊരു ഡയഗണൽ ലൈൻ വെച്ച് മാർക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എത്രത്തോളം മാഗ്നിറ്റ്യൂഡിലാണ് അത് ഉണ്ടാവുന്നത്. ഇവാലുവേറ്റ് ദ ബോസ് ബൈ 1 to 10 വരെയുള്ള നമ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാർക്ക് ചെയ്യുക. ദിസ് നമ്പർ ഈസ് ഓക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ എത്രത്തോളം മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഈ നമ്പർ മാർക്ക് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ദ ഫൈനൽ സ്റ്റെപ്പ് ഫോർ ദിസ് മെത്തേഡ് ഈസ് ടു മാർക്ക് ഇൻ ലോവർ റൈറ്റ് ഹാൻഡ് കോർണർ ദ റിയൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനോമിന ഫോർ ദ ഗിവൺ പ്രൊജക്ട്. ഇറ്റ് ഗിവ്സ് ദ ഇവാലുവേഷൻ ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അക്കോർഡിംഗ് ടു ദ അസസേഴ്സ് ജഡ്ജ്മെൻറ്റ്. അസസറിൻ്റെ ജഡ്ജ്മെൻ്റ് അനുസരിച്ചാണ് ഇതിലെ റിസൾട്ട് വരുന്നത്. ഓക്കെ. ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗണൽ ലൈൻ, ഇൻട്രാക്ഷൻസ് ഉള്ളതിനെ ഡയഗണൽ ലൈന് മാർക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് മാഗ്നിറ്റ്യൂഡിന് മാർക്ക് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ മെട്രിക്സ് മെത്തേഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ്ഡ് മെട്രിക്സ് മെത്തേഡാണ് ഓൾസോ കോൾഡ് ക്രോസ് ഇമ്പാക്റ്റ് മെട്രിക്സ്, യൂസ്ഡ് ടു അഡ്രസ് ദ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ഇമ്പാക്റ്റ്. Environmental factors displayed against the project action as well as other environmental factors helps in identifying the secondary impact. Okay. നാലാമത്തെ മെത്തേഡാണ് നെറ്റ്വർക്ക് മെത്തേഡ്. നെറ്റ്വർക്ക് മെത്തേഡ് ഓൾസോ യൂസസ് മെട്രിക്സ് അപ്രോച്ച് by extending it take into account the primary as well as the secondary impact. മെട്രിക്സ് അപ്രോച്ചസ് തന്നെയാണ്, ബട്ട് കൂടുതലായിട്ട് അവർ ചെയ്യുന്നത് പ്രൈമറി ആസ് വെൽ ആസ് സെക്കൻഡറി ഇമ്പാക്റ്റ് കൂടി കൺസിഡർ ചെയ്യും. അതായത് സ്റ്റെപ്പ്ഡ് മെട്രിക്സ് മെത്തേഡ് പോലെ ഏകദേശം. ഇറ്റ്സ് ഷോൺ ഇൻ ദ ഫോം ഓഫ് ട്രീ കോൾഡ് റെലവൻസ് ഓർ ഇമ്പാക്റ്റ് ട്രീ ഓർ സീക്വൻസ് ഡയഗ്രാം. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഷോർട്ട് ആൻഡ് ലോങ് term environmental impact is a crucial and intact basic steps for the making impact tree. Used to identify the cost effect linkage, visual description of linkage. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള PDF ഉണ്ടല്ലോ, ആ PDF നോക്കിയിട്ട് വായിക്കുക, അതിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണും. ആദ്യം ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രൈമറി കോസസ്. ഫസ്റ്റ് വൺ റിമൂവൽ ഓഫ് ഹോംസ്. പ്രൈമറി കോസിൽ തന്നെയാണ് റിമൂവൽ ഓഫ് ബിസിനസ്.
അതിൻ്റെ സെക്കൻഡറി കോസാണ് ലോസസ് ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, അതായത് ഹോംസ് ഇതാകുമ്പോൾ ടാക്സ് റവന്യൂവിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ച്, റിഡക്ഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി ഹൗസിംഗ് സ്റ്റോക്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിൾ. അതിൻ്റെ ടേർഷ്യറി ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ഓഫ് കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ റവന്യൂ, ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഫോർ ഹൗസിംഗ്, പേയ്മെൻറ്റ് ഫോർ റീലൊക്കേഷൻ. അങ്ങനെ ഓരോ ഇപ്പോൾ പ്രൈമറി എഫക്റ്റ് ഉണ്ടാവും, ഈ പ്രൈമറി എഫക്റ്റിൽ നിന്നുണ്ടാവുന്ന സെക്കൻഡറി ഇമ്പാക്റ്റുകൾ, ടേർഷ്യറി ഇമ്പാക്റ്റുകൾ, ടെട്രറി ഇമ്പാക്റ്റുകൾ, ഇങ്ങനെ ഓരോന്നിലും ഉണ്ടാകുന്ന പല പല സ്റ്റേജസിലുള്ള ഇമ്പാക്റ്റുകൾ മാർക്ക് ചെയ്യണം എന്ന് നിർബന്ധമാണ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇറ്റ്സ് എ ക്രൂഷ്യൽ ആൻഡ് ഇൻഡയറക്റ്റ് ബേസിക് സ്റ്റെപ്പ് ഫോർ മേക്കിംഗ് ഇമ്പാക്റ്റ് ട്രേഡ്. ഇതിനെയാണ് നമ്മളൊരു നെറ്റ്വർക്കായിട്ട് ഇതിനെങ്ങനെ എൻലാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന മെത്തേഡിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് presentation matrices can only clearly show the primary or the first order impact within any particular activity component framework. It is possible, however, to investigate higher order linkage in 2 dimension by using network. സാധാരണ മെട്രിസസിലെ സിംഗിൾ പ്രൈമറി ഫസ്റ്റ് ഓർഡർ ഇമ്പാക്റ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ബട്ട് ഇതിൽ 2 dimension ചെയ്യാൻ പറ്റും. Next one, it is possible to translate the network into a mathematical model for more quantitative judgment. ഈ നെറ്റ്വർക്കിനെ മാത്തമാറ്റിക്കൽ മോഡലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ്. വൺ ഓഫ് ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് നെറ്റ്വർക്ക് മെത്തേഡ് ഈസ് ദാറ്റ് ഇമ്പാക്റ്റ് ആർ നോട്ട് സ്കോർഡ് ഇൻ എനി ക്വാണ്ടിറ്റേറ്റീവ് വേ. The comparison of project alternative is not readily achieved. Then spatial representation of impact is not possible. അഞ്ചാമത്തെ മെത്തേഡാണ് ഓവർലേസ് മെത്തേഡ്. ഓവർലേസ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡാണ്. കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫിഗർ കാണിച്ചു തരാം. പല ടൈപ്പിലുള്ള ലെയേഴ്സ് ഉണ്ടാവും. ഈ ഓരോ ലെയറും റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓരോ എഫക്റ്റിനെയാണ്, ഓരോ ഇമ്പാക്റ്റിനെയാണ്. ഇതിലെ പല പല കളറ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഏരിയയിലെ ഈ ഒരു വാട്ടർ ഷെഡ് ഏരിയ, സ്ലോപ്പ്, ഇതിൻ്റെ ഒരു ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി റെപ്രസെൻ്റ് ചെയ്യാനാണ്. എന്നിട്ട് നെറ്റ് റിസൾട്ട് കിട്ടാൻ പല പല ഇമ്പാക്റ്റുകൾ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് വന്നാലുള്ള, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മളൊരു ഏരിയയിൽ വരുന്നു, അതിന് പല പല ഇമ്പാക്റ്റുകളുണ്ടാവും. സോഷ്യൽ ഇമ്പാക്റ്റുകളുണ്ടാവും, എക്കണോമിക് ഇമ്പാക്റ്റുകളുണ്ടാവും, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റുകളുണ്ടാവും, അങ്ങനെ പല ടൈപ്പ് ഇമ്പാക്റ്റുകളുണ്ടാവും. ഈ ഇമ്പാക്റ്റുകൾ ഓരോ സ്റ്റേജസിലുണ്ടാകുന്ന ഇൻറ്റൻസിറ്റീസ് നമ്മൾ പല പല കളറിൽ മാർക്ക് ചെയ്യും. എന്നിട്ട് നെറ്റ് ഇഫക്റ്റ്, ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ ഇഫക്റ്റ് കിട്ടാൻ ഈ 5-6 ലെയറുകൾ, എത്രത്തോളം ലെയറുകളുണ്ടോ ഈ ലെയറുകളെ ഓവർലേ ചെയ്യും, ഒരുമിച്ച് വെക്കും. എന്നിട്ട് കിട്ടുന്നതിനാണ് നമ്മൾ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓവർലേ മെത്തേഡ് ഈസ് എ കമ്പ്യൂട്ടറൈസ്ഡ് മെത്തേഡാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സെറ്റ് ഓഫ് ട്രാൻസ്പെറൻറ്റ് മാപ്സ്, each of which is represented by the spatial variation and environmental parameters such as susceptibility to erosion, recreational values, etc. The maps are shaded to show the 3 degrees of parameters compatibility within the proposed project. A composite picture of overall social cost of affecting any particular area is approximated by the superimposing of all the transparent maps. Any number of project alternative can be located on the final map to investigate the degree of associate importance. The validity of analysis is related to the type and number of parameters chosen. The parameter map present data in a summarized and easily interpreted form, but are unable to reflect the possibility of secondary impact. They also rely heavily on cartographic skill, and their effectiveness depends upon large degrees on cartographic execution. This method is easily adaptable for use with a computer program to perform the task of aggregation, the predicted impact for each geographical subdivision. Automated procedures are also available for selecting sequences of unit areas for routing highway, pipelines, and other corridors. The computer method is more flexible and has an advantage whenever the reviewer suggests that the system of weights must be changed. The overlay approaches can accommodate both qualitative and quantitative data. Next, come to the weakness of overlay method.
It is that it's only moderately comprehensive because there is no mechanism that requires consideration of all potential impact. When using overlays, the burden of ensuring comprehensiveness is largely on the analyst. Also, the approach is selective because there is a limit to the number of transparencies that can be viewed together. Finally, extreme impact with small probabilities of occurrence are not considered. However, a skilled assessor may make implications in a footnote or on a supplementary note. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ 5 രണ്ട് ടോപ്പിക്സാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു പ്രൊജക്റ്റ് നമ്മുടെ നാട്ടിൽ വരുമ്പോഴുള്ള സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ദെൻ നെക്സ്റ്റ്, ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് 5 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തഡോളജീസ് ഉണ്ട്. 5 മെത്തഡോളജീസ് ഉണ്ട്. ഈ 5 മെത്തഡോളജീസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് 5 മെത്തഡോളജീസ്? അഡ്ഹോക്ക് മെത്തഡോളജി, സിമ്പിളായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചെക്ക് ലിസ്റ്റ് മെത്തഡോളജി, 4 ചെക്ക് ലിസ്റ്റുകളുണ്ട് കോമൺലി യൂസ് ചെയ്യുന്നത്. മെട്രിക്സ് മെത്തേഡ് ഉണ്ട്, ലിയോപോൾഡ് മെട്രിക്സ് മെത്തേഡ് കോമൺ ആണ്. നെറ്റ്വർക്ക് മെത്തേഡ് ഉണ്ട്. നെറ്റ്വർക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല നെറ്റ്വർക്കായിട്ട് സെക്കൻഡറി ടേർഷ്യറി ഇമ്പാക്റ്റുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇതിനെ വേണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമൊക്കെ മാറ്റാം. ദെൻ ഓവർലേ മെത്തഡോളജി, കമ്പ്യൂട്ടറൈസ്ഡ് മെത്തഡോളജീനെയാണ് നമ്മൾ ഓവർലേ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇങ്ങനെ 4 മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചത്. ബാക്കിയുള്ളത് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. കഴിഞ്ഞ തവണ ഈ ഒരു പോർഷനിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് യൂഷ്വലി എൻകൗണ്ടേർഡ് ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ്. 10 മാർക്കിനുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്, സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് യൂഷ്വലി എൻകൗണ്ടേർഡ് ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നുള്ള അസൈൻമെൻറ്റാണ് ഈ ഒരു ക്വസ്റ്റ്യന് 10 മാർക്കിനുള്ള ഒരു എസ്സേ രൂപത്തിൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഈ ഒരു പോർഷനിൽ മൊഡ്യൂൾ 5 ഇത്രയും വരെ നമ്മൾ പഠിച്ച പോർഷനിൽ കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണിത്. ഇതിൻ്റെ ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.